ദാണ്ട് വരുന്ന ഈ ക്യാമറയിലുള്ള ആളാട്ടോ. ഹലോ ഗേസ്, അപ്പൊ ഇന്ന് നമ്മള് വർക്കിന് ഇറങ്ങുന്ന സമയം 9:09 ആയിട്ടുണ്ട് സമയം. വീണ്ടും 2 ദിവസം ലീവായിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. 2 ചെക്കന്മാര് വന്നിട്ട് ഇനി എന്തായാലും ആ പരിപാടി നിർത്തി. ആ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഓട്ടം നടക്കൂല. നമ്മളിവിടെ വീടും കൂടിയൊക്കെ ഒഴിവാക്കി വന്നിട്ട് ഇങ്ങനെ ലീവ് എടുക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഇനി അങ്ങനത്തെ പരിപാടികൾ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഒന്നും ഓടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കാം. സമയം 9:10 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഊബർ ഓണാക്കി നോക്കാം. ഊബർ ഓണായിട്ടുണ്ട്. ഊബറിൽ -176 രൂപ കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതിൽ ചെയ്യാനായിട്ട് പേയ്മെൻ്റ് ഇല്ല, ക്യാഷൊക്കെ പോയി. അപ്പോൾ അത് 2 ട്രിപ്പ് ഓടിയതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി റാപ്പിഡോ ഓണാക്കി നോക്കാം. റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. ഇനി യാത്രി ഓണാക്കുന്നില്ല. യാത്രയിൽ നമുക്ക് 1 ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ അന്ന്. യാത്ര വലിയ മെച്ചത്തിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അതവിടെ തന്നെ കിടക്കുള്ളൂ. ഊബറും റാപ്പിഡോ ആണ് കളിക്കാരന്മാർ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഞാൻ അവിടെ പോയിട്ടൊരു ചായ എടുക്കട്ടെ. അപ്പത്തിന് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കൈനീട്ട ട്രിപ്പ് 1.3 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. നമ്മളിവിടുന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അലീന നമ്മളെ വെണ്ണലക്കാണ് ഡ്രോപ്പ് ഉള്ളത്. നമുക്ക് ഊബറിന് 154 രൂപയല്ലേ കൊടുക്കാനുള്ളൂ. ഇത് ഈ ട്രിപ്പിന് നമുക്ക് 204 രൂപയുടെ ട്രിപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഗൂഗിൾ പേയിലായാൽ നമുക്ക് നേരെ ഊബറിൻ്റെ പേയ്മെൻ്റാണ് സെറ്റിൽ ചെയ്യാം. എന്നിട്ട് തുടങ്ങാം. ഗൈസ്, നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആളെ കാണാനില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കുറേ പേര് ഈ കോൾ ചെയ്യുമ്പോൾ നമ്പർ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ നമ്പർ കണ്ടാൽ കുഴപ്പമില്ല. ഇത് ഊബറിൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്. ഇതിലേക്ക് വിളിച്ചാൽ ആരെയും കിട്ടൂല. ഇത് അപ്പം ആരാണ് ഊബറിൽ ട്രിപ്പ് എടുത്തിക്കണേ അവരിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുക ചെയ്യുക. അതോ ഇങ്ങനെ ഒരു പേഴ്സണൽ നമ്പർക്ക് അടിച്ചാൽ ആവില്ലല്ലോ. അപ്പോൾ ഇത് ഊബറിൻ്റെ നമ്പറാണത്. ഇത് പിന്നെ ഡാറ്റയിൽ യൂസ് ചെയ്യുന്ന നമ്പറാണ്, നെറ്റ് വഴി. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കാം. മറ്റേ നമ്പറിൽ പോകണില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്പർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് പ്രശ്നമല്ല, പേഴ്സണൽ നമ്പറല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത്. ഹലോ 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 ആ കോള് കട്ടായല്ലോ. നമുക്ക് ജസ്റ്റ് ഒരു അരേവഡ് എന്നുള്ളൊരു മെസ്സേജ് ഇട്ടേക്കാം. കറക്റ്റ് പോയിന്റിലാണ്, ഈ പച്ച പോയിന്റാണുള്ളത്. വരുന്നുണ്ട്. നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെണ്ണലക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്, ജിഷ. അത് എടപ്പള്ളിക്കാണ്, 200 രൂപയുടെ. അപ്പോൾ ഏതായാലും ആളെ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് വരുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനുള്ള സമയമില്ല, അത് ക്യാൻസലായി പോകും. ആ പോകുന്ന ടീച്ചറായിരുന്നു. ഇതൊരു സ്കൂളാണ്, കുന്നുംപുറമുള്ള ഒരു സ്കൂള്. അപ്പോൾ സ്കൂളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ടീച്ചറാണ്. 220 രൂപയുടെ ട്രിപ്പായിരുന്നത്. 220 അല്ല, ക്യാഷ് കളക്ട് ചെയ്ത് 220, നമുക്ക് കിട്ടിയത് 202 രൂപ. 8.71 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. മറ്റേത് 184 രൂപ ക്യാഷ് കളക്ട് ചെയ്തു, 194 നമുക്ക് കിട്ടി. 8.94 കിലോമീറ്റർ. അത് അവർക്ക് ഊബർ പ്രൊമോഷൻ ഉണ്ട്. അതാണ് 184 വാങ്ങിയിട്ട് നമുക്ക് 194 നമുക്ക് ഏർണിങ്സ് ഉണ്ട്. ഏതായാലും അപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ കുന്നുംപുറാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ചായക്കട ഉണ്ട്, നമ്മളെ ഫേവറേറ്റ് ചായക്കടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കട്ടെ. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ. ഇതാണ് നമ്മളെ കട, ഈ ഫുഡ് കോർണർ കണ്ടിട്ട് കട. അവിടെ എത്തിയപ്പോൾ അതിന് ട്രിപ്പ് അടിച്ചു. ജോർജ് 159 രൂപയുടെ. ആളപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഐ ആം ഇൻ ഹൈവേ. അപ്പോൾ ഞാൻ ഓക്കെ എന്നിട്ട് ഇവിടെ എത്തി വണ്ടി ഓഫ് ചെയ്യാൻ നേരത്താണ് ട്രിപ്പ് അടിച്ചത്. അത് നേരെ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പിക്ക് ചെയ്ത് അവിടെ നിന്നാണ്, ചളിക്കവട്ടത്തേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. ആരും പോയി ഡ്രോപ്പ് ചെയ്യട്ടെ. 179 രൂപ ഉണ്ട്. അതിൽ നമുക്കൊരു 175 രൂപയിലും കിട്ടുമായിരിക്കും, ബാക്കി ടാക്സ് പോയാൽ. അപ്പോൾ ഏതായാലും ഇനി അവിടുന്ന് ഇവിടുന്നേരൊക്കെ ചായ കുടിക്കാം. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ ജോർജ്. ഇവിടെ ചളിക്കോട്ടത്ത് ഇറങ്ങി.
ഒക്ടോബർ റോഡ് അത്ര പേരുണ്ട്, കാണുന്നില്ല. ബ്ലൂ ബോർഡ്, ഒക്ടോബർ റോഡ്. നമ്മളിപ്പോ 170 രൂപയുടെ ട്രിപ്പാണ്, നമുക്ക് കറക്റ്റ് കിട്ടി. 159 വന്നപ്പോ 9 രൂപ, 10 രൂപ ടാക്സ് പോയി. ഞാൻ 5 രൂപക്കെ കരുതിയിട്ടുള്ളൂ. അപ്പോൾ 567 രൂപയായി 3 ട്രിപ്പ്. നമുക്ക് വാലറ്റിൽ 179 അല്ലേ കൊടുക്കാണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ട്രിപ്പ് ഉണ്ടല്ലോ, ഈ 170 ട്രിപ്പ് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു. ക്യാഷ് കളക്ട് ഇല്ല. ഇതുണ്ടോ, വെറും 170 മാത്രമേ ഉള്ളൂ, ക്യാഷ് കളക്ട് ഇല്ല. അപ്പോൾ അത് ഊബറിന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കരുതിയതിനു ഇനി രാത്രി ഊബറിന് വാലറ്റിലുള്ള മൈനസ് കൊടുക്കാം. ഇപ്പം നമ്മൾ 179 പോയി കിട്ടി. ഇതിന് മുമ്പ് ഓടിയ 2 ട്രിപ്പിൻ്റെ കമ്മീഷൻ വരെ പോയി കിട്ടി. ഇനി ബാലൻസ് 12 രൂപ നമ്മൾ ഊബറിന് കൊടുക്കാനുള്ളൂ. ഇപ്പോൾ കിട്ടിയ ട്രിപ്പിൻ്റെ പൈസ നേരെ ഊബർ കൊണ്ടുപോയി. അത് നമുക്ക് കിട്ടിയില്ല. പറഞ്ഞാൽ ഊബറിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ് കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ചളിക്കോട്ടം പൊന്നുരുന്നിയിലാണിത്, പൊന്നുരുന്നി പാലാണിത്. ഇത് കഴിഞ്ഞാൽ നേരെ വൈറ്റില ജംഗ്ഷൻ എത്തും. ഞാൻ ഇവിടെ എവിടെയൊക്കെ സൈഡാക്കിയിട്ട് ഇവിടെ ഹോട്ടലുണ്ടോ നോക്കട്ടെ ചായ കുടിക്കാൻ. പോരുന്ന വഴിക്ക് റാപ്പിഡോയിൽ 2 വട്ടം ട്രിപ്പ് അടിച്ച്. ഒന്ന് കുന്നുംപുറം പാലം കയറിയപ്പോഴും അടിച്ച്, പിന്നെ എടപ്പള്ളി സിഗ്നലിൽ നിന്നും അടിച്ച്. 2 എടുത്തിട്ടില്ല. ഊബറിൽ റാപ്പിഡോയിൽ നിന്ന് ട്രിപ്പ് ഓടിയിട്ടില്ല. അടിക്കട്ടെ, നല്ല ട്രിപ്പ് വന്നാൽ അത് ഓൾറെഡി ഒരു ട്രിപ്പിലാവുമ്പോഴേ ഈ റാപ്പിഡോ യാത്രയൊക്കെ അടിയുള്ളൂ. റാപ്പിഡോ ഒക്കെ ഊബറിൽ ട്രിപ്പ് ഓടി, അതെങ്ങനെ ഇവർ അറിയാൻ കഴിയുണ്ടോന്നാവോ. ഗൈസ്, നമുക്ക് ട്രിപ്പ് അടിച്ചു. ഞാനിങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടേക്ക് നീങ്ങിയിട്ടില്ല. നീതു എവിടെയാണ്? അയ്യോ, വൈറ്റിലെ ഭാഗത്താണല്ലോ. 1.8 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അതിങ്ങനെ പോയിട്ട് ഹൈവേ കയറിയിട്ട് വൈറ്റില മത്തൂർ റോഡ് ഇത് കയറി പോണം. അവിടെ ഈ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ ജംഗ്ഷനിൽ ബാക്ക് പോയിട്ട് ചളിക്കോട്ടം ജംഗ്ഷനിൽ. ഏതായാലും പോയി ആളെ പിക്കട്ടെ. ഞാൻ മറ്റേ കുന്നുംപുറത്തുനിന്ന് ഇങ്ങോട്ട് ചളിക്കോട്ടത്തേക്ക് ട്രിപ്പ് പോന്നപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. മറ്റേ ഇന്റർസിറ്റിയും ഹവർലി റെന്റിലും നമ്മൾ ഓഫാക്കിയിട്ടിരിക്കായിരുന്നല്ലോ. അതെപ്പോഴും ഓണാക്കാൻ മറക്കണം നമ്മള്. അപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ കിട്ടിയത്. അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് ഊബർ ഓണാക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ കിട്ടണം. അത് കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ശീലമായിക്കോളും. മറ്റേത് നമ്മള് ഈ രാത്രി 5 മണിക്ക് ശേഷം ഞാൻ ഇന്റർസിറ്റി കിട്ടിയാൽ പോവില്ല, അവരാണെങ്കിൽ ക്യാൻസൽ ചെയ്യൂല, പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വേണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോ ഇനി അത് ഇറങ്ങുമ്പോ ഓണാക്കാൻ ശ്രദ്ധിക്കണം. ഏതായാലും ഇപ്പോൾ നമ്മള് ചളിക്കോട്ടം പൊന്നുരുന്നി പാലം കയറിയിട്ടുണ്ട്. ഇനി ഇറങ്ങിയിട്ട് ആളെ പിക്കട്ടെ. റാപ്പിഡോയിലാണ് ട്രിപ്പ് അടിക്കണത്, 18 കിലോമീറ്റർ. ആ മറ്റേ ചേച്ചിയോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആളിവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്. ഈ ട്രിപ്പ് ഇപ്പൊ 2 വട്ടം വന്നു. 2 വട്ടം ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഇനി ചേച്ചി കറക്റ്റ് ലൊക്കേഷനിൽ നിൽക്കണില്ല, ഇനി കാണാത്തോണ്ട് ക്യാൻസൽ ചെയ്താല് പണിയാവും. നമ്മളുണ്ട് കറക്റ്റ് ലൊക്കേഷനിലുണ്ട്. ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് വൈറ്റില ഹബിന്റെ പിക്കപ്പ് പോയിന്റിന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്നു, ഏതാന്നറിയില്ല. അപ്പോ ഇനിയിപ്പോ ഇത് ക്യാൻസലും പാടെ ചെയ്താ നമുക്ക് നഷ്ടമായി. കാരണം റാപ്പിഡോയിൽ 364 ട്രിപ്പ് 2 വട്ടം വന്ന് എടുത്തില്ല. നമ്മൾ ഈ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തോണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് പോയേനെ. മോഹൻലാലിനെ കണ്ടു. മോഹൻലാൽ ഞാൻ ഇങ്ങനെ പോന്നപ്പോ ഇവിടെ കുറെ സിനിമ ഷൂട്ടിങ്ങിന്റെ വണ്ടികള്. ആരപ്പോ ഇതിങ്ങനെ നോക്കിയേന്. അതിലുണ്ട് ഫ്രണ്ട് കൂടി ഇങ്ങനെ പോണ് മോഹൻലാൽ. എല്ലാം കോങ്കണ്ണിട്ട് ഇങ്ങനെ നോക്കി. നമ്മള് നോക്കണ്ട് മോഹൻലാല്. ക്യാമറ ക്ലാരിറ്റി ഇല്ല. ഞാൻ ഡാഷ്ബോർഡിന്റെ ക്യാമറയിൽ നിന്ന് എടുത്തിട്ട് കാട്ടിത്തരാം, സ്ക്രീനിൽ കയറ്റി തരാം. അയ്യോ, ആദ്യമായിട്ടാട്ടോ നേരിട്ട് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു അവിടുത്തെ ആൾക്കാര്. വലിയ തിരക്കൊന്നുമില്ല. ചുള്ളൻ ദാണ്ട് വരുന്ന ഈ ക്യാമറയിലുള്ള ആളാട്ടോ. എന്നോട് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആള് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. കണ്ടോ, മോഹൻലാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാവേലിപുരാണിത്, കാക്കനാട് മാവേലിപുരം. ചിലപ്പോ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഷൂട്ട് ഉണ്ടോന്നു സിനിമന്റെ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വണ്ടി നല്ല സേഫ് ആയിട്ട് ഇവിടെ തണലത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് വല്ല ഇങ്ങനെ നടന്നു പോയേക്കാം. എന്തായാലും കാണാൻ പറ്റുന്നില്ല. ആള് കാരവാനക്കാണ് പോയത്. അവിടെ ബസ് ഉണ്ടായിരുന്നു കാരവാന്, അതിലേക്ക് കയറി പോയി. ചിലപ്പോ ഷൂട്ട് കഴിഞ്ഞതാണോ എന്താണോ അറിയില്ല. മുമ്പിലൊരു റേഞ്ചർ ഓവർ ഉണ്ടായിരുന്നു. ഞാൻ നമ്പർ ഗൂഗിളിൽ അടിച്ചു നോക്കാൻ നിൽക്കുന്ന റേഞ്ചർ ഓവറിന്റെ.
അപ്പോഴാണ് ആളെ കണ്ടത്. ആളെന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അടുത്ത ടേക്ക് ആകുമ്പോഴത്തേനും ഇറങ്ങുവക്കാരം. അപ്പത്തിന് വേറെ ട്രിപ്പ് അടിച്ചിട്ട് നീ കാണാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത പെണ്ണ് ഇന്റർവ്യൂവിന് വന്നതാണ്. ചിലപ്പോൾ നമ്മൾ മോഹൻലാലിന്റെ അവിടെ കണ്ടു നിൽക്കുന്നത് വെറുതെ ആവില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവള് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചാല് അതും കിട്ടും. ട്രിപ്പ് അടിച്ചാൽ എടുത്ത് പോവാം. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം. എന്തായാലും ചിലപ്പോൾ ഒന്നുകൂടി കാണാൻ പറ്റിയാല് അടിപൊളിയായിരിക്കും. സിദ്ദീഖാണ് നടന്നു പോണത് ആ തുണി ഇട്ടത്. വേറെ ഒരുത്തൻ്റെ കൂടെ സ്കൂളിൽ പോവാതെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്താണ്ട് ഇവിടെ മോഹൻലാലിനെ കാണാൻ നിൽക്കുന്നത്. നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഈ കസ്റ്റമർ ആയിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു. ഞാനവിടെ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ട്രിപ്പ് അടിച്ചത് 1-4 അതുവരെ ഞാൻ അവിടെ തന്നെ ഷൂട്ട് കണ്ടിരുന്നു. കാരണം മാവേലിപുരം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. കാക്കനാടിന്റെ മെയിൻ സെന്റർ ആണല്ലോ ഏകദേശം. അപ്പോൾ ട്രിപ്പ് അടിച്ചിട്ട് പോവാന്ന് കരുതി. പിന്നെ വേറെ ആൾക്കാർ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഓട്ടോ ഇല്ല എന്നാ പറഞ്ഞത്. ആർക്കും ഓട്ടോ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വണ്ടി സേഫായിട്ട് തണലത്തിട്ടിട്ടുണ്ട്. പിന്നെ ഷൂട്ടിങ് കാണാന്ന് വിചാരിച്ച് മോഹൻലാലിനെ കുറെ വട്ടം ഇങ്ങനെ കണ്ടു ഷൂട്ടിന്റെ ഇടയിൽ. മോഹൻലാലും സിദ്ദീഖും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടില്ല. പിന്നെ ഊബർ ട്രിപ്പ് അടിച്ചപ്പോൾ അങ്ങനെ എടുത്ത് ഓടി. 151 രൂപയുടെ ട്രിപ്പായിരുന്നു. നമ്മള് 6.56 കിലോമീറ്ററാണ് ഓടിയത്. 13 മിനിറ്റ് കൊണ്ട് എത്തി. ഏതായാലും ആ ട്രിപ്പ് കഴിഞ്ഞു. 905 ആയിട്ടുണ്ട് ടോട്ടല് ക്യാഷ്. ഇനിയിപ്പോൾ ഇവിടെ കങ്ങരപ്പടിയിൽ നമ്മളെ വണ്ടി ചെയ്ത അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി സർവീസ് ചെയ്ത സ്ഥലം. ഇനി നമ്മളെ ഫ്രണ്ട് ഉണ്ട് സനലിനെ വിളിച്ചോട്ടെ. ലഞ്ച് കഴിക്കാനോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിന് ട്രിപ്പ് അടിച്ച് പോകും നമ്മള്. അപ്പൊ ഇനി ഏതായാലും സനലിനെ വിളിച്ചിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ലഞ്ച് കഴിക്കാം. അവിടെ വേറെ ഒരുത്തുണ്ടായിരുന്നു സിനിമ ഷൂട്ടിങ്ങിന്റെ അവിടെ. ഒരു ചെറിയ ചെക്കം സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അവന് സിനിമയിൽ അഭിനയിക്കണത്രേ. ഞാൻ അവനോട് ഇങ്ങനെ പരിചയപ്പെട്ട് അവന് സിനിമയിൽ അഭിനയിക്കണം, മോഹൻലാൽ ഒന്ന് വിളിച്ചെങ്കിൽ എന്താ ചെറിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മോഹൻലാലിന് ചായ ഉണ്ടാക്കി കൊടുക്കണം. മോഹൻലാലിന്റെ കൂടെ ഷൂട്ടിങ്ങില് ഒരു കഫേയിലാണ് ഷൂട്ട് നടക്കുന്നത്. അവിടെ സൈറ്റൊക്കെ ഉണ്ടാക്കിയതാണ് കഫേക്ക്. അപ്പോ ചായ കൊണ്ടുപോയി കൊടുക്കണ സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഹൻലാലിന്റെ കൂടെ. മോഹൻലാലിനെ വിളിച്ചു കഴിഞ്ഞാല് എന്താ എനിക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോ ലഞ്ച് കഴിച്ചാൽ മതി, ഒരുമിച്ച് ലഞ്ച് കഴിക്കണം. കുറെ ആഗ്രഹങ്ങൾ. ചെറിയൊരു ചെക്കനാ അവന്. സ്കൂൾ യൂണിഫോമിൽ ബാഗ് ഇട്ടാണ്ട് നിക്ക. സ്കൂൾ ക്ലാസ്സും കട്ട് ചെയ്താണ്ട് ചെക്കം. ഏതായാലും ഇനി നമ്മൾക്ക് സനലിനൊന്ന് വിളിച്ചോട്ടെ, എന്നിട്ട് ലഞ്ച് കഴിക്കാം. നമ്മളിവിടെ നിർത്തിയിട്ടൊക്കെയായിരുന്നു. സനല് ഓൺലൈനിലില്ല. അപ്പൊ നമുക്കൊരു അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 550 മീറ്ററില് ചോറ്റാനിക്കരക്കാണ്. കറക്റ്റ് 309 രൂപ. അതിലെത്ര ടാക്സ് പോകും നോക്കി നോക്കാം. 179 170 കിട്ടി. 9 രൂപ ടാക്സ് പോയി. ഇതിലെത്ര പോകും നോക്കി നോക്കാം. 309 കേട്ടോ വന്നപ്പോ ട്രിപ്പ് വന്നപ്പോ കണ്ടേ. അതിലെത്ര കിട്ടും നോക്കി നോക്കാം. ചോറ്റാനിക്കരക്ക് 18 കിലോമീറ്റർ 309. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. അത് തിരുവാങ്കുളം ചോറ്റാനിക്കരന്റെ അടുത്തായിരുന്നു. പക്ഷെങ്കിൽ അവർക്ക് വീണ്ടും 2.5 കിലോമീറ്റർ പോകുന്നു. ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരാദ്യം ചോദിച്ചു വെള്ളം കുടിച്ചാലോ എന്തേലും ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു അങ്ങനെ നിർത്തുക ചോദിച്ചു. വെള്ളം കുടിക്കാനും നിർത്തും, അതിനിടയിൽ എന്തേലും കഴിക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കാനൊക്കെ നിർത്തും. അങ്ങനെ ഒരു സമയം ഊബറിനില്ല. ഞാൻ നിർത്തി തരാം. ഫുഡ് കഴിക്കാനൊന്നും കുറെ സമയമാവും, വെള്ളം കുടിക്കാനൊക്കെ നിർത്തി. പിന്നെ ഒരു വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നോട് പോന്നു. പിന്നെ അവരിട്ട ഡെസ്റ്റിനേഷനിൽ 2.5 കിലോമീറ്ററും കൂടി പോവാണ്ടായിരുന്നു. അങ്ങനെ പോകാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ആക്കി തരാന്ന് പറഞ്ഞു. കിലോമീറ്ററിന് ഒരു 18 റുപ്യ വെച്ച് കൂട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ട്രിപ്പ് ഇട്ടതാണ് ഇത്. 2.5 കിലോമീറ്റർ 40 റുപ്യ 329 ആയിരുന്നു. അതിക്ക് ഞാനൊരു 40 റുപ്യ കൂട്ടി 470 പറഞ്ഞു. 429 ആയിരുന്നു കേട്ടോ. സോറി, 333 എന്റെ ഏർണിങ്സ് ആണ്. 429 ആയിരുന്നു. 40 രൂപ കൂട്ടിയിട്ട് 470 പറഞ്ഞു. അപ്പൊ ബാക്കി ബാലൻസ് 30 റുപ്യ ഉണ്ട്. അത് വെച്ചോ പറഞ്ഞു. അത് മറ്റേ 2 കിലോമീറ്റർ പോകുന്നില്ല, അതിനില്ല ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൂട്ടിയിരിക്കണു ഓൾറെഡി ആണ്, അത് കുഴപ്പമില്ല വെച്ചോ പറഞ്ഞു. അങ്ങനെ അതിന്റെ 500 രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടോട്ടൽ ആയത് 1239 രൂപക്കാണ് നമ്മൾ ഓടിയത്. 6 ട്രിപ്പ് ഓടി. നമുക്ക് പോരുന്ന വഴിക്ക് ആ ട്രിപ്പ് എടുത്ത ഉടനെ നമുക്ക് ഒരു റാപ്പിഡോയിൽ ട്രിപ്പ് വന്ന് 340 എത്ര 16 കിലോമീറ്റർ. ഇത് 18 കിലോമീറ്ററിന് 309 അല്ല വേണ്ടത്. ഇതിന്റെ ഏർണിങ്സ് ഇപ്പൊ 333 ആയിട്ടുണ്ട്.
കാരണം അത് എക്സ്ട്രാ ഓടിയല്ലോ. ഈ എക്സ്ട്രാ കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ കസ്റ്റമർ കയ്യിൽ നിന്ന് കൂട്ടി വാങ്ങൂല ഊബർ. അതെന്ത് ചെയ്യും, ഊബറിന്റെ കമ്മീഷൻ നമുക്ക് ലെസ് ചെയ്തിട്ട് തരിക. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതേപോലെ ഈ ടോളിന്റെ ക്യാഷൊക്കെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡീഷണൽ വാങ്ങൂല. ഇപ്പൊ നമ്മള് ഗ്രാൻഡ് ഹയാത്തിന്റെ അവിടുന്ന് അല്ലെങ്കിൽ MG റോഡിൽ നിന്ന് നമുക്ക് വരാപ്പുഴക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ വഴിയും പോവാം, ലൂർദ് ഹോസ്പിറ്റലിന്റെ ആയി കൂടി പോവാം. അങ്ങനെ പല വഴികളുണ്ട്. ഇപ്പൊ ലൂർദ് ഹോസ്പിറ്റലിന്റെ കൂടി പോയാൽ നമുക്ക് ബ്ലോക്കിലും കാര്യങ്ങളും പെട്ട് പോകേണ്ടി വരും. ഇതിൽ കൂടി പോകുമ്പോൾ 2 കിലോമീറ്റർ കൂടും ചിലപ്പോൾ കണ്ടെയ്നർ റോഡ് പോകുമ്പോൾ. പക്ഷെ ടോളുണ്ട്. അപ്പൊ ആ ടോൾ എന്ത് ചെയ്യും, ആ ടോള് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പോവില്ല, നമ്മളെ കയ്യിൽ നിന്നും പോവില്ല. ഈ ഊബറിന്റെ കമ്മീഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ചിട്ടാണ് തരിക. അപ്പൊ ഊബറിനാണ് അതിൽ നഷ്ടം വരിക. അപ്പൊ ഞാൻ ഈ ടോളുള്ള റോഡ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ടോൾ കൂടി കയറ്റി പോകും. 2 പേർക്കും നഷ്ടമല്ല, ഊബറിന്റെ കമ്പനിയിൽ നിന്ന് പിടിക്കോളും. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പാടത്ത് എത്തിയിട്ടുണ്ട്. 2 സൈഡിലും പാടങ്ങളാണ്. ഇനി അവിടുന്ന് ആ ചോറ്റാനിക്കര അമ്പലം ഭാഗത്തേക്ക് പോവാം. അവിടുന്ന് നല്ലൊരു ഊണ് കഴിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഒരു 1/4 മണിക്കൂറായിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കൊരു പാലാരോട്ടത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1 കിലോമീറ്ററും കൂടി ഉണ്ട് പിക്കപ്പ്. ഇവിടെ അമ്പലത്തിന്റെ അവിടുന്ന്, ചോറ്റാനിക്കര അമ്പലത്തിന്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പൊ ഏതായാലും പോയിട്ട് ആളെ പിക്ക് ചെയ്യട്ടെ. നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. തുഷാര എന്ന പേര്, തുഷാര. അപ്പൊ ഇവിടെ കുറെ വണ്ടികളുണ്ട്. എന്താ സംഭവം അറിയില്ല. അവിടെ ഒരു നല്ലൊരു പെരയുണ്ട്. ഇവിടെ ഒരു ബസ്സൊക്കെ അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മിണി ട്രാവൽസ്. ഇവിടെ ഷൂട്ടിങ്ങാ എന്താ അറിയില്ല. ആളെ കാണുന്നില്ല, തുഷാരയെ കാണുന്നില്ല. ഞാൻ എൻ്റെ നമ്പർ, ഊബറിന്റെ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലുള്ള ഈ ഫോണിലുള്ള നമ്പറിൽ റീചാർജ് ഇല്ല. ഇതിലുള്ള ഊബറിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണ്. അപ്പൊ അതുകൊണ്ട് നോർമൽ കോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ തുഷാരയെ വിളിക്കാൻ കാണിക്കുന്നുള്ളൂ. അത് വിളിക്കുമ്പോ കോള് പോവില്ല. അപ്പൊ അത് ചേഞ്ച് ചെയ്യണം. അത് ഇപ്പൊ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അത് ഒരു ട്രിപ്പ് ഓൾറെഡി ഉള്ള സമയത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ ട്രിപ്പ് കഴിയണം. ട്രിപ്പ് കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ മറക്കണം. ഇപ്പൊ ഇത്രയും നേരം 1/4 മണിക്കൂർ 1 മണിക്കൂറോളം ഫ്രീ ആയി ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പം മറന്നു. ഇങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ഓർമ്മ കിട്ടുക. ഇപ്പൊ ആ തുഷാര എവിടെയെന്നാവോ ഗേയ്സ്. അപ്പൊ ഇതും ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു നോക്കി, കല്യാണാണോ ചോദിച്ചു. അപ്പൊ കല്യാണമല്ല. കല്യാണത്തിന് എന്തിനാ ബസ്സില്ലേ? പക്ഷെ ഉള്ളില് സെറ്റപ്പ് കണ്ട കല്യാണം പോലെയാണ്. അപ്പൊ സിനിമയാണ് ചോദിച്ചപ്പോ അല്ല, സീരിയലാണെന്ന് പറഞ്ഞു. അപ്പോ തുഷാര എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അറിയുന്ന ഒരാളാണ്, മെയിൻ ഒരാളാണ്. ഇനി നടിയാണെങ്കിൽ പോരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഊബർ ബുക്ക് ചെയ്തിടന്ന് വരാൻ പോലെ ചോദിച്ചു. ഇപ്പോഴാണോ ചോദിച്ചു ബുക്ക് ചെയ്ത്? ഇപ്പൊ വരും കേട്ടോ, ഡ്രസ് ചെയ്തോണ്ടിരിക്കണാണ്. ആ ട്രിപ്പ് നമുക്ക് പാലാരോട്ടത്തേക്കായിരുന്നു 379 രൂപയുടെ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പേ അടുത്തൊരു ട്രിപ്പ് അടിച്ചു കാക്കനാട്ക്ക്. ആ പോകുന്ന ആളാണ് കസ്റ്റമർ. ആള് കുറച്ച് സംഭവക്കാരനാണ്. ആള് ഒരു പുലിയാണ്. ആള് ഇവിടെ ഈ DLFന്റെ അടുത്തൊരു അമ്പലമുണ്ട്. സീഫുഡ് എയർപോർട്ട് റോഡാണ് മേലെ വണ്ടികൾ പോകുന്നത്, കാണുന്നില്ല. അപ്പോ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ ആര്യാസിന്റെ ഫ്രണ്ടില്. അവിടെ ഉള്ള എന്തോ ഒരു ശാന്തിയോ നമ്പൂതിരി അങ്ങനെ എന്തോന്ന് പറഞ്ഞ്. പക്ഷെ ആള് ഭയങ്കര പരിപാടികളാണ്. ആദ്യം റോട്ടിലൊരു പെണ്ണിനെ കണ്ടു, ഡ്രസ്സ് കുറച്ച് മോഡേൺ ആയിട്ട്. ഇവിടെ എന്താണ് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിക്കണത്, മുഴുവൻ കഴിച്ചൂടെ, ഒന്ന് നോക്കി പേടിപ്പിക്കട്ടെ, ഓളെ പേരും നോട്ടം. എന്നിട്ട് അങ്ങനത്തെ കുറച്ച് കുശിൽ വർത്താനങ്ങള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഫോൺ വിളിച്ചിക്കണ്. ഇനി അങ്ങനെ വിളിച്ചാ ബ്ലോക്ക് ചെയ്യും ഞാന്. എനിക്ക് കുറെ പെങ്ങന്മാരുണ്ട്, ഇനിയിപ്പൊ അന്യമ്പാടെ പെങ്ങളായി കാണാൻ പറ്റൂല. അങ്ങനെ കുറെ പരിപാടികള്. ആളിവിടുത്തെ എന്തോ ശാന്തിയോ നമ്പൂതിരിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ശോഭിത. ഇവിടുന്ന് 5 കിലോമീറ്ററിന്റെ പിക്കപ്പ്. എനിക്ക് മറ്റേ കോളിന്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് സാധാ കോളേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത് ആവൂല. അപ്പൊ ജസ്റ്റ് അവർക്ക് കോൾ മീ എന്നിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മള് CNG കഴിഞ്ഞു. പെട്രോള് ഓൾറെഡി മിന്നി കളിച്ചോണ്ട് നിൽക്കാണ്. CNG അപ്പൊ ഒരു ഘട്ടം ഉള്ളു. ഇപ്പൊ വാണിങ് വന്ന്. അപ്പൊ അവര് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഡ്രോപ്പും ചോദിക്കാനും, പിന്നെ പോകുന്ന വഴിക്ക് CNG അടിക്കാൻ പറ്റുമോ എന്നും ചോദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. വേണം ഊബർ ഓഫ്ലൈൻ ആക്കട്ടെ. ക്യാൻസൽ ആയിട്ടുണ്ട്. റൈഡ് അവർ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നീങ്ങാത്തോണ്ടായിരിക്കും.
ഞാൻ വേഗം ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താന്നോ 5:08 സമയം, നല്ല ബ്ലോക്കുള്ള സമയമാണ്. അതാണ് ഇത്ര ദൂരത്തുനിന്ന് പിക്കപ്പ് അടിച്ചിരിക്കണേ. അവര് ഇൻഫോ പാർക്കിന്റെ അകത്താണുള്ളത്. ഞാൻ ഇവിടെ കാക്കനാട് സിഗ്നലിന്റെ അവിടെ, ആര്യാസിന്റെ അവിടെ. ഇത്ര ലോങ്ങിൽ അത് അടിക്കണം എന്നുണ്ടെങ്കിൽ അതവിടെ ഒന്നല്ലെങ്കിൽ വണ്ടികൾ എടുക്കാത്തതാവും, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബ്ലോക്ക് കാരണമായോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. ഏതായാലും പോയിട്ട് നമ്മൾ CNG അടിക്കട്ടെ. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ CNG കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ 133 കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയത്. ഇതിലുണ്ടോ ഒരു കട്ട ഇപ്പം തന്നെ ഇല്ല. പമ്പിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അപ്പം ഇതിനൊരു കട്ടല്ല. ചില പമ്പിൽ ഇങ്ങനെയാണ്, പ്രഷർ ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് നമ്മൾ 1674 രൂപക്ക് ഓടിയുണ്ട്. 8 ട്രിപ്പ് ഓടി. റാപ്പിഡോയിൽ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടില്ല അല്ല, എടുക്കാൻ പറ്റിയില്ല നമുക്ക്. CNG അടിച്ചത് 633.80 CNG അടിച്ചത്. ഏതായാലും ഇപ്പോൾ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നല്ല ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കുന്നുള്ളൂ. ഹലോ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റാപ്പിഡോയിലാണ് അടിച്ചത്. പള്ളുരുത്തിക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 400 എത്ര കണ്ടു, 19-18 എത്ര കിലോമീറ്റർ, 50 മിനിറ്റ് ഉണ്ട്. അതായാലും കൂടുള്ളൂ. ഈ റെഡ് കളറിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. കണക്ക് കൂട്ടുമ്പോൾ 21 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ഈ ബ്ലോക്കിന്റെ അടിയിൽ എടുത്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യാൻ കഴിയൂല. അവരാണെങ്കിൽ ക്യാൻസൽ ചെയ്യൂല ഈ ബ്ലോക്കിന്റെ അടിയിൽ വണ്ടി കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ട് റാപ്പിഡോ യാത്രി ഓണാക്കി വെച്ചു. ഇതുവരെ പമ്പ് തന്നെ ആയിരുന്നു നിന്നത്. ആദ്യം റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചു നമുക്ക്. അത് 8 മിനിറ്റോളം ഉണ്ടായിരുന്നു പിക്കപ്പിന്. അപ്പോൾ അത് അവരെന്നെ ക്യാൻസൽ ചെയ്തു. അത് 200 രൂപയുടെ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 400 എത്ര ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്കൊരു എമൗണ്ട് കിട്ടും. പക്ഷേ എങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. 50 മിനിറ്റ് കാണിക്കുന്നത്. അത് അതിലാറാവും. കുഴപ്പമില്ല, നമ്മൾ പിക്ക് ചെയ്യട്ടെ. പള്ളുരുത്തിക്കാണ് അഞ്ചല് റാപ്പിഡോയിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രിപ്പ് നിന്നു. 10,000 പേരാണ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പ് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യണം റാപ്പിഡോയിൽ. അപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. 81 രൂപക്ക് 1000 രൂപ ഏൺ ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അത് റീചാർജ് ചെയ്തു. അപ്പോൾ നമുക്ക് പള്ളുരുത്തിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 400 രൂപയുടെ. അപ്പോൾ ഏതായാലും ആളെ പിക്ക് ചെയ്യട്ടെ. ഇനി 400 മീറ്റർ കൂടി ഉണ്ട്. ഈ ട്രിപ്പ് നമുക്ക് നല്ല നഷ്ടമാണ്. മറ്റേ സമയത്തിന്റെ കാര്യം നോക്കുമ്പോൾ നല്ല നഷ്ടത്തിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ 21 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട്. ഊബറിൽ ഇത്ര കിട്ടൂല. പിന്നെ സമയം നല്ല സമയം കാണിക്കണ്ട. 50 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അത് അതിലാറാവും. എന്തായാലും നോക്കി നോക്കാം. അവിടെ എത്തുന്ന സമയം നോക്കി നോക്കാം. ഈ ട്രിപ്പിന് എത്ര സമയം എടുത്തു നോക്കി നോക്കണം നമുക്ക്. അങ്ങനെ നമ്മളെ റാപ്പിഡോയിലെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ നടന്നു പോകുന്ന 2 ലേഡീസ് ആയിരുന്നു. ഊബറിൽ 405 രൂപ ക്രെഡിറ്റഡ്. 405 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. കറക്റ്റ് 8 മണിയായ നമ്മളിവിടെ എത്തിയപ്പോൾ. എന്തായാലും അതിൽ കാണിച്ച ആ ഒരു സമയം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ എങ്ങനെയാണ് അത് എടുക്കുകയെന്ന് അറിയില്ല. എത്ര സമയമായെന്ന് കാണാൻ കഴിയും. 58 മിനിറ്റ് കേട്ടോ. 58 മിനിറ്റ് 58.25 മിനിറ്റ്, 19.8 കിലോമീറ്റർ, 405 രൂപ. പിന്നെ ഇവിടെ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസുകൾ എടുത്തതും കഴിഞ്ഞതൊക്കെ. അപ്പം ഞാനിവിടെ എത്തിയൊക്കെ തന്നെ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഊബർ ഓണാക്കിയത്. 8 മണിയായല്ലോ. യാത്രയിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. യാത്രി പറഞ്ഞപ്പോൾ തന്നെ യാത്ര ട്രിപ്പ് അടിച്ചിട്ടോ. സ്പോട്ടിൽ നെക്കിയിട്ടുണ്ട്. കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെന്താ റെസ്പോൺസ് ഒരു സമയമൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. വെയിറ്റിംഗ് ഫോർ കസ്റ്റമർ ഇല്ല, അത് പോയി. നമ്മൾ സ്പോട്ടിൽ തന്നെ നെക്കിയിട്ടുണ്ടായിരുന്നു. യാത്രി എന്ന് പറഞ്ഞപ്പോൾ തന്നെ യാത്രയിൽ ട്രിപ്പ് അടിച്ചു. ഏതായാലും ഊബറിന്റെ ഇന്റർഫേസ് ആയിട്ട് കിടക്കട്ടെ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. പള്ളുരുത്തിയിലാണുള്ളത്. 1 മണിക്കൂർ ബ്ലോക്ക്. എവിടെ വെച്ചാല് സാധാരണ വാഴക്കാല അവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാവില്ല. അവിടെ ഒന്നും വലിയ ബ്ലോക്ക് ഇല്ല. ആ മരടുന്ന് കുണ്ടന്നൂരിന്ന് പാലം കയറുമ്പോ 3 പാലം ബ്ലോക്കാ. പിന്നെ തേവര ഫെറിന്റെ സിഗ്നൽ കഴിഞ്ഞ് കിട്ടണം. പിന്നെ ഓക്കെ ആയി. ഏതായാലും ഇവിടെ എത്തി. 1 മണിക്കൂർ പോയിട്ട് സമയമാണ് ഇതിൽ നഷ്ടമായത്. പിക്കപ്പിനും ഡ്രോപ്പിനും പാടെ ടോട്ടൽ 20 കിലോമീറ്റർ. നമ്മൾ CNG അടിച്ചപ്പോൾ 0 ആക്കിയിട്ടുണ്ടായിരുന്നു. 20.4 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. 405 രൂപ കിട്ടി. കിലോമീറ്ററിന്റെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് നല്ല കൂടുതലാണ്. 21-22 രൂപ വെച്ചിട്ട്
സാധനം കിട്ടിയിട്ടുണ്ട്. സമയമാണ് പോയത്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതില് 1674 400 2074 രൂപ ആയിട്ടുണ്ട്. ഇനി 1000 രൂപയും കൂടി എങ്ങനെയും ആക്കണം. സമയം 9:45 നമുക്ക് ആ ഡ്രോപ്പ് ചെയ്ത ഏകദേശം സൈഡിൽ നിന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആദ്യം ഊബറിലൊരു ട്രിപ്പ് അടിച്ചു വൈപ്പിനിലേക്ക് 20 കിലോമീറ്റർ 333 രൂപയുടെ ട്രിപ്പ് അടിച്ചു. കിലോമീറ്ററിന് 15 രൂപയാണ്. സ്ഥലം വൈപ്പിനുമാണ്. ഒരിക്കലും റിട്ടേൺ കിട്ടൂല രാത്രി സമയങ്ങളിൽ. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഊബർ പിന്നെ ഓണാക്കിയത്. ആ ട്രിപ്പ് പിന്നീടും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചലിന്റെ ട്രിപ്പ് അതേ സ്പോട്ടിക്ക് അടിച്ചു. 20 രൂപ കുറഞ്ഞിട്ടാണ് ആ ട്രിപ്പ് വീണ്ടും അടിച്ചത്. അതും അതേ സ്പോട്ടിക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ട്രിപ്പ് തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ അതും എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ കുറെ സമയത്തിന് ശേഷം റാപ്പിഡോയിൽ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടു. ഇനി ആ ട്രിപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് റാപ്പിഡോയിൽ അപ്പോൾ 2 ട്രിപ്പ് അടുപ്പിച്ച് വന്നു. 300 സംതിങ്ങിന്റെ 2 എണ്ണം. അതിൽ തൃക്കാക്കര എന്ന് കണ്ടത് മാത്രം ഞാൻ എടുത്തു. ഇപ്പൊ ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും അഞ്ജലിയാണ് പേര്. ഇത് ഒരു കോമഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന കസ്റ്റമർ തന്നെ തോന്നുന്നുണ്ട്. കറക്റ്റ് അതേ സ്പോട്ട്, ആ ഡ്രോപ്പ് ചെയ്ത് അതേ സ്പോട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അഞ്ജലിയാണ് പേര്. നേരത്തെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തത് അഞ്ജലിയാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ എവിടെ നിന്ന് അടിച്ചുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. കറക്റ്റ് അതേ സ്പോട്ടിലാണ്. പക്ഷെ റേറ്റ് കുറഞ്ഞിട്ടോ. നേരത്തെ 405 ഉണ്ടായിരുന്നു, ഇത് 300 എത്രയാണ്. ഇതില് റേറ്റ് കാണുന്നില്ല. അപ്പൊ അവരെന്നെ ആയിരിക്കും. ഞാൻ അവരെന്ന് വിളിച്ചോട്ടെ. കറക്റ്റ് അതേ സ്പോട്ടില് നമ്മളെ ആ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ കസ്റ്റമർ ആയിരുന്നു, അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമർ. പേര് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ പിക്കപ്പ് ഉണ്ടായിരുന്നു. അവരും ചോദിച്ചു ചേട്ടൻ പോയില്ലേന്ന് ചോദിച്ചു. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു. വൈപ്പിനിക്ക് ഇങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല, റിട്ടേൺ കിട്ടൂല പറഞ്ഞിട്ട്. അപ്പൊ റാപ്പിഡോയിൽ നമ്മൾ 782 രൂപയ്ക്കാണ് ഏൺ ചെയ്തത്. പക്ഷെങ്കിൽ റേറ്റ് വ്യത്യാസം വന്നിട്ടോ. 377 രൂപയായി 20 കിലോമീറ്റർ. മറ്റേത് എത്ര 18-17 കിലോമീറ്റർ. ഇത് തിരിച്ചു പോകുന്നപ്പോൾ വേറെ സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് 2 കിലോമീറ്റർ കൂടി. റേറ്റിന് ചെറിയ വ്യത്യാസം വന്നു. എന്നാലും കുഴപ്പമുണ്ടാവില്ല. റാപ്പിഡോയിൽ 18.75 പെർ കിലോമീറ്ററിന് കിട്ടിയിരിക്കണമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ 36 മിനിറ്റ് കൊണ്ടെത്തി 20 കിലോമീറ്റർ. മറ്റേത് 50 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബ്ലോക്കിനനുസരിച്ച് റേറ്റ് കൂട്ടിയതാണത്. എന്തായാലും നമുക്ക് ലാഭമായി. 81 രൂപ നമ്മളിന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു റാപ്പിഡോയിൽ. ഈ റാപ്പിഡോയിൽ 10,000 രൂപ വില ഉള്ളൂ. ഫ്രീ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യണം. ഇതിൻ്റെ കമ്മീഷൻ അങ്ങനെയുണ്ട് റാപ്പിഡോയിൽ. അപ്പം 39 രൂപക്ക് റീചാർജ് ചെയ്താൽ 500 രൂപ ഏൺ ചെയ്യാം. ഇതിൻ്റെ വാലിഡിറ്റി ഒക്കെ 365 ദിവസം, ഒരു കൊല്ലം. അപ്പോൾ പക്ഷേങ്കിൽ ഈ 500 എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നാവും. ഇപ്പോൾ 2 ട്രിപ്പ് എടുത്തപ്പോൾ 700. അപ്പോൾ ഞാനിതാ ചെയ്തിട്ടുണ്ടായിരുന്നു 69. ഇത് ടാക്സ് അടക്കം 81 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത് 89 കമ്മീഷൻ സേവ്ഡ് എന്ന്. നമ്മളെ മുടക്കിയ പൈസ നമുക്ക് കിട്ടി. ഇപ്പം ഇതിൽ 1000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ 405 കാണിക്കുന്നത്. നേരത്തതാണ്, അപ്ഡേറ്റ് ആയിട്ടില്ല. ഈ ട്രിപ്പിൻ്റെയും പാടെ വരാനുണ്ടാവുമായിരിക്കും. അപ്പോൾ ഏതായാലും ഊബർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നത്. അവിടുന്ന് വീണ്ടും വൈപ്പിൻ ട്രിപ്പ് അടിച്ചാൽ ഇനി 3ാമത്തെ വട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്ന് അറിയില്ല. ഓണാവുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അക്കൗണ്ടിന് യാത്രി ഓണാണ്, റാപ്പിഡ് ഓണാണ്, ഒക്കെ ഓണാണ്. ഇനി ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മൾ സമയം ഇവിടെ 10:27 ആയിട്ടുണ്ട് സമയം. നമ്മളൊരു 12 മണി വരെയൊക്കെ ഓടാനൊരു പരിപാടിയിലാണ്. 12 മണി വരെ ഓടാം, എന്നിട്ട് നാളെ രാവിലെ ഇറങ്ങാം. ഇന്ന് നമ്മളെന്തായാലും ടാർഗറ്റ് അടിക്കും. 3000 റുപ്യ അടിക്കും. നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 540 രൂപയുടെ 25 കിലോമീറ്റർ. അടുത്തുനിന്നാണ് പിക്കപ്പ് ഉള്ളത്. 300 മീറ്ററും കൂടി ഉള്ളൂ ഇനി. ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. മോനെ ഏതോ ഒരു ബെഡാ കമ്പനിയാണല്ലോ. ഭാഗ്യമുണ്ട് കേട്ടോ, നമുക്ക് ഡൊമസ്റ്റിക്കിന്ന് ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. 300 എത്ര ഉണ്ടായിരുന്നു. അത് സ്ഥലം എങ്ങോട്ടേക്കാ അറിയില്ല. KL എന്നാണ് കാണുന്നത്. KL ചില സ്ഥലങ്ങൾ KL കാണിക്കുള്ളൂ. ഇതേതാ വണ്ടി? ഇത് എയർപോർട്ട് വെടിവെപ്പ. മോനെ ഏതാ വണ്ടിയാവും. ഏതായാലും നമ്മള് ഇന്റർനാഷണൽ 3ക്കാണ് നമുക്ക് ഈ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്.
പിക്കപ്പ് ഉള്ളത് ഡൊമസ്റ്റിക് എന്നാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാതെ ഇവിടുന്ന് യൂട്ടൺ അടിച്ചിട്ട് കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 60 പോവും, പിന്നെ മറ്റോടത്ത് വീണ്ടും ഒരു 60 പോവും. അപ്പോൾ ഇങ്ങനെ യൂട്ടൺ അടിക്കാം. ഏത് ടെർമിനലിലേക്ക് വന്നാലും പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാനുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും 30 പില്ലർ 30 എന്ന് പറഞ്ഞ ആള് വിമലാണ്. വിമൽ, മറ്റേത് ഗഫൂറായിരുന്നു. 600 എത്ര ഒരു 30-40 രൂപ മറ്റേന് ടിപ്പ് തന്നിട്ടുണ്ട് നമുക്ക്. ഏതായാലും ഞാളെ പോയി പിക്കേണ്ടത്. എവിടേക്കാ സ്ഥലം അറിയില്ല. എന്തായാലും 300 സംതിങ് ഉണ്ട്. ക്യൂര് കിടക്കണ്ടല്ലോ. നമ്മളെ കസ്റ്റമറാണത്. എയർപോർട്ട് റോട്ടും വന്ന് ലെഫ്റ്റ് തിരിഞ്ഞപ്പോഴേ ഇവിടെ ഒരു മലബാർ, ഗ്രാൻഡ് മലബാർ ഹോട്ടലിലൊന്ന് നിർത്താൻ പറഞ്ഞു. ഇവിടുന്ന് ആരോ കയറാണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആരും കാണാനില്ല. അപ്പോൾ ആളങ്ങോട്ട് ചെന്നുകൊണ്ട് റിസപ്ഷനിക്ക്. ആരാന്നാവോ. ഇത് ഇനി 7 കിലോമീറ്ററും കൂടി ഉള്ളൂ. 13 കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നുള്ളൂ. 300 എത്ര ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ ആലുവ ടു പരവൂർ റോഡാണ്. UC കോളേജിൻ്റെ അവിടെ നിന്ന് അടിയിക്ക് റോഡുണ്ട്. അവിടെയാണ് ഡ്രോപ്പ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ആലുവക്ക് എത്തും ചെയ്യും. ആലുവ കുറച്ച് നേരം നിൽക്കാം നമുക്ക്. അവിടുന്ന് ചിലപ്പോൾ ട്രിപ്പ് എടുക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ UC കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. 349 രൂപയാണ് നമുക്ക് ആ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 100 രൂപ ടോളിൻ്റെ ക്യാഷ് റീഫണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ 449 കിട്ടിയിട്ടുണ്ടാവും. പിന്നെ 11.78 കിലോമീറ്ററാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. 20 മിനിറ്റ്. ടോട്ടല് 2538 രൂപക്ക് ഇന്ന് ഓടിയിട്ടുണ്ട്. ഊബറിൽ കേട്ടോ. റാപ്പിഡോയിൽ 500. അപ്പോൾ 600, 500, 3200, 3300 രൂപ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ കുറച്ചു നേരം നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ ആലുവക്ക് പോവാം. ഇവിടെ ഒരു 10-15 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കാം. നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും നോക്കി നോക്കാം നമുക്ക്. ഒരു 10-15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോവാം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന സമയം 2:23 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 11:32 ആയപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ട്രിപ്പ്. അങ്ങനെ ഊബറിൽ 2538 രൂപക്കും റാപ്പിഡോയിൽ 782 രൂപക്കും ഓടിയിട്ടുണ്ട്. ടോട്ടല് 3320 രൂപക്ക് ഓടിയിട്ടുണ്ട്. CNG അടിച്ചിട്ട് നമുക്ക് 110 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി പകുതി കട്ടുണ്ട്. രാത്രി ഓടുന്നതുകൊണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി നാളെ പാക്കലാം.